നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് പാർട്ട്ണർഷിപ്പ് ഡീഡിനെ കുറിച്ചിട്ടാണ്. ആദ്യം നമുക്ക് പാർട്ട്ണർഷിപ്പ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ആൻഡ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബിസിനസ് ഓർഗനൈസേഷനാണ്. ഒരു ടൈപ്പ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. പാർട്ട്ണർഷിപ്പ് ഈസ് ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ഹൂ അഗ്രി ടു കമ്പൈൻ their financial resources and managerial abilities to carry on business and share the profit in an agreed ratio, and it is formed by an agreement among two or more persons. സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, രണ്ടോ അതിലധികമോ വ്യക്തികൾ അവരുടെ ഫിനാൻഷ്യൽ റിസോഴ്സുകളെയും അതുപോലെ മാനേജർ എബിലിറ്റിയെയും പരസ്പരം കോർത്തിണക്കിക്കൊണ്ട് ഒരു ബിസിനസ് സംരംഭം തുടങ്ങുന്നതിനെയാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം. രണ്ടോ അതിലധികമോ വ്യക്തികൾ അവരുടെ ഫിനാൻഷ്യൽ റിസോഴ്സുകളെയും അതുപോലെ മാനേജറൽ എബിലിറ്റിയെയും പരസ്പരം കോർത്തിണക്കി ഒരു ബിസിനസ് നടത്തുന്നതിനെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഇത്തരം പാർട്ട്ണർഷിപ്പുകളിൽ നിന്നും ലഭിക്കുന്ന പ്രോഫിറ്റ് മെമ്പേഴ്സ് മുൻപ് തീരുമാനിച്ച പ്രകാരമുള്ള ഒരു അഗ്രീഡ് റേഷ്യോയിലാണ് പരസ്പരം ഷെയർ ചെയ്യുന്നത്. പാർട്ട്ണർഷിപ്പ് ഫേം സ്റ്റാർട്ട് ചെയ്യാനായി മിനിമം രണ്ടോ ആളുകൾ വേണം. ഒരു പാർട്ട്ണർഷിപ്പ് ഫേം സ്റ്റാർട്ട് ചെയ്യാൻ മിനിമം വേണ്ടത് 2 വ്യക്തികളാണ്. മാക്സിമം എന്ന് പറയുന്നത് മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരു ബാങ്കിങ് ബിസിനസ് ആണെങ്കിൽ 10 മെമ്പേഴ്സും നോൺ ബാങ്കിങ് ബിസിനസ് ആണെങ്കിൽ മാക്സിമം 20 മെമ്പേഴ്സ് വരെയും ആവാം. അപ്പോൾ ഒന്നുകൂടി പറയാം. പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? പാർട്ട്ണർഷിപ്പ് ഈസ് ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഹൂ അഗ്രി ടു കമ്പൈൻ ദർ ഫിനാൻഷ്യൽ റിസോഴ്സസ് ആൻഡ് മാനേജറിയൽ എബിലിറ്റീസ് ടു ക്യാരി ഓൺ ബിസിനസ് ആൻഡ് ഷെയർസ് ദ പ്രോഫിറ്റ് ഇൻ ആൻ അഗ്രീഡ് റേഷ്യോ, ആൻഡ് ഇറ്റ് ഈസ് ഫോംഡ് ബൈ ആൻ എഗ്രിമെൻറ്റ് എമംഗ് 2 or more പേഴ്സൺ. അതായത് രണ്ടോ അതിലധികമോ വ്യക്തികൾ അവരുടെ ഫിനാൻഷ്യൽ റിസോഴ്സിനെയും മാനേജറിയൽ എബിലിറ്റിയെയും പരസ്പരം കോർത്തിണക്കിക്കൊണ്ട് ഒരു ബിസിനസ് സംരംഭം നടത്തുന്നതിനെയാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഇതിൽ മുൻപ് തീരുമാനിച്ച പ്രകാരമുള്ള ഒരു അഗ്രീഡ് റേഷ്യോയിലാണ് അവർക്ക് ലഭിക്കുന്ന പ്രോഫിറ്റുകൾ പരസ്പരം ഷെയർ ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയി ഓർക്കേണ്ടത്, ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ മിനിമം 2 വ്യക്തികൾ വേണം. മാക്സിമം എന്ന് പറയുന്നത് ബാങ്കിങ് ബിസിനസ് ആണെങ്കിൽ 10 പേരും നോൺ ബാങ്കിങ് ബിസിനസ് ആണെങ്കിൽ 20 പേരുമാണ് മാക്സിമം മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് നോക്കാം പാർട്ട്ണർഷിപ്പ് ഡീഡ്. ഏതൊരു പാർട്ട്ണർഷിപ്പ് ഫേമും ഫോം ചെയ്യുന്നത് ഒരു എഗ്രിമെൻറ്റിൻ്റെ ബേസിലാണ്. ഏതൊരു പാർട്ട്ണർഷിപ്പ് ഫേമും ഫോം ചെയ്യുന്നത് ഒരു എഗ്രിമെൻറ്റ് ബേസിലാണ്. ഓക്കെ. ഈ എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത് 2 ടൈപ്പ് ആവാം. റിട്ടേൺ എഗ്രിമെൻറ്റും ആവാം, അതുപോലെ തന്നെ ഓറൽ എഗ്രിമെൻറ്റുകളും ആവാം. വെൻ ദ എഗ്രിമെൻറ്റ് ഈസ് ഇൻ റൈറ്റിംഗ് ഇറ്റ് ഈസ് കോൾഡ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. വെൻ ദ എഗ്രിമെൻറ്റ് ഈസ് ഇൻ റൈറ്റിംഗ് ദെൻ ഇറ്റ് ഈസ് കോൾഡ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. അതായത് പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് റിട്ടേൺ ഫോമിലാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ഓക്കെ. ഇത്തരം പാർട്ട്ണർഷിപ്പ് ഡീഡുകളിലൂടെ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ഡിസ്പ്യൂട്ട് അല്ലെങ്കിൽ തർക്കങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാക്സിമം ഒഴിവാക്കാൻ സാധിക്കുന്നു. Thus, partnership deed is a document which contain the terms and conditions of partnership agreed by partners. അതായത് നമ്മൾ ആദ്യം നോക്കി, when the agreement is in writing it is called partnership deed, and thus the partnership deed is a document which contain the terms and conditions of partnership agreed by partners. അതായത് സിമ്പിളായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പാർട്ട്നേഴ്സിൻ്റെ സമ്മതത്തോടെ അവരുടെ പാർട്ട്ണർഷിപ്പ് ഫേമിൽ പാലിക്കേണ്ട ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. അതായത് സിമ്പിളായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി പറയാം. പാർട്ട്നേഴ്സിൻ്റെ സമ്മതത്തോടെ അവരുടെ പാർട്ട്ണർഷിപ്പ് ഫേമിൽ പാലിക്കേണ്ട ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ എല്ലാ മെമ്പേഴ്സും സൈൻ ചെയ്യണം. കൂടാതെ
ഇന്ത്യൻ സ്റ്റാമ്പ് ആക്ട് 1889 പ്രകാരം ആവശ്യത്തിനുള്ള സ്റ്റാമ്പും അതിൽ പതിപ്പിച്ചിരിക്കണം. ഒരു ഫേമുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സും എന്തിൽ ഉൾപ്പെടുത്തണം? പാർട്ട്ണർഷിപ്പ് ഡീഡിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കണം. ഓക്കെ, കൂടാതെ പാർട്ട്നേഴ്സിൻ്റെ എല്ലാ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസും പാർട്ട്ണർഷിപ്പ് ഡീഡിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നു. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് ക്രിയേറ്റ് ചെയ്യുന്നത് ഭയങ്കര അതീവ ശ്രദ്ധയോടെ വേണമെന്ന് പറയുന്നത്. കാരണം ഒരു പാർട്ട്നേഴ്സിൻ്റെ റൈറ്റ്സും അതുപോലെ ഒബ്ലിഗേഷൻസും അതുപോലെ ഒരു ഫേമിൽ നമ്മൾ പാലിക്കേണ്ട ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി റൂൾസുകൾ എല്ലാം നമ്മൾ പറയുന്നത് എന്തിലാണ്? പാർട്ട്ണർഷിപ്പ് ഡീഡിലാണ്. അതുകൊണ്ട് തന്നെ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ടാക്കുന്നതിന് മുമ്പ് വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടത് ആവശ്യമാണ്. അടുത്തത് നമുക്ക് നോക്കാം പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുകയെന്ന്. ഓക്കെ, ആദ്യം നമ്മൾ ഉൾപ്പെടുത്തുന്നത് നെയിം ഓഫ് ദ ഫേമാണ്, ഫേമിൻ്റെ നെയിമാണ്. ദെൻ പാർട്ട്നേഴ്സിൻ്റെ നെയിമും അഡ്രസ്സും ഉൾപ്പെടുത്തുന്നു. അതുപോലെ നാച്ചർ ആൻഡ് പ്ലേസ് ഓഫ് ബിസിനസ്സിൻ്റെ നാച്ചറും അതുപോലെ പ്ലേസ് ഓഫ് ബിസിനസ്സും ഉൾപ്പെടുത്തുന്നു. ദെൻ ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ്, ദെൻ ഡ്യൂറേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്, അതുപോലെ ഓരോ മെമ്പേഴ്സും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ക്യാപിറ്റൽ, എത്ര ക്യാപിറ്റലാണ് ഓരോ മെമ്പേഴ്സും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചിരിക്കണം. അതുപോലെ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്താണെന്ന് കാണിക്കണം. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ അഡ്വാൻസ്ഡ് ബൈ പാർട്ട്നേഴ്സ്. അതുപോലെ ഏതെങ്കിലും പാർട്ട്നേഴ്സിന് നമ്മൾ സാലറിയോ അല്ലെങ്കിൽ കമ്മീഷനൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതും ഇതിൽ കാണിച്ചിരിക്കണം. ദെൻ ഡ്യൂട്ടീസ്, പവേഴ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് പാർട്ട്നേഴ്സ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഡിസ്പ്യൂട്ട് എങ്ങനെ സെറ്റിൽ ചെയ്യാമെന്നുള്ള കാര്യങ്ങളും പാർട്ട്ണർഷിപ്പ് ഡീഡിൽ കാണിച്ചിരിക്കണം. അതുപോലെ ഫേം ഒഴിവാക്കുന്ന ടൈമിൽ നമ്മൾ സെറ്റിൽ ചെയ്യേണ്ട അക്കൗണ്ട്സ് എങ്ങനെയെല്ലാം സെറ്റിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ കാണിച്ചിരിക്കണം. അതുപോലെ പ്രൊവിഷൻ റിഗാർഡിംഗ് റിട്ടയർമെൻറ്റ് ആൻഡ് അഡ്മിഷൻ ഓഫ് പാർട്ട്നേഴ്സ്. ദെൻ ബിസിനസ്സിന് നടത്തിപ്പിന് അത്യാവശ്യം എന്ന് തോന്നുന്ന മറ്റു കാര്യങ്ങളെല്ലാം തന്നെ എന്തിനു വേണം? പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ഓക്കെ, ഇതൊക്കെയാണ് പാർട്ട്ണർഷിപ്പ് ഡീഡുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സ്. ഒന്നുകൂടി സിമ്പിളായിട്ട് ഒന്നുകൂടി പറയാം. പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബിസിനസ് ഫോം തന്നെയാണ്. രണ്ടോ അതിലധികമോ വ്യക്തികൾ അവരുടെ ഫിനാൻഷ്യൽ റിസോഴ്സിനെയും മാനേജറൽ എബിലിറ്റിയെയും പരസ്പരം കോർത്തിണക്കിയിട്ട് ഒരു ബിസിനസ് സംരംഭം തുടങ്ങുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറയുന്നത്. ഒരു പാർട്ട്ണർഷിപ്പ് ഫേം സ്റ്റാർട്ട് ചെയ്യാൻ മിനിമം 2 വ്യക്തികൾ വേണം. മാക്സിമം എന്ന് പറയുന്നത് ബാങ്കിങ് ബിസിനസ് ആണെങ്കിൽ 10 പേരും നോൺ ബാങ്കിങ് ബിസിനസ് ആണെങ്കിൽ അവിടെ 20 പേരുമാണ് വേണ്ടത്. പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത് നമ്മളുടെ പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് റിട്ടേൺ ഫോമിലാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. റിട്ടേൺ ഫോമിലാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം പാർട്ട്ണർഷിപ്പ് ഡീഡിലാണ് ഒരു ബിസിനസ്സുമായി റിലേറ്റ് ചെയ്ത അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുമായി റിലേറ്റ് ചെയ്ത A to Z കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ കാരണം ഇത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന ബിസിനസ് ഡിസ്പ്യൂട്ടുകളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുകൊണ്ട് തന്നെ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കാര്യമായി ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ഓക്കെ, ഇതൊക്കെയാണ് പാർട്ട്ണർഷിപ്പിനെയും പാർട്ട്ണർഷിപ്പ് ഡീഡിനെയും കുറിച്ച് പറയാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.